വ്യക്തമാണ്. ഒപ്പം തന്നെ ഈ ഒരു പ്രധാനമന്ത്രി സന്ദർശനവുമായി ബന്ധപ്പെട്ട് അശ്വതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, ഈ ഒരു ക്ഷേത്ര ദർശനം, ഗുരുവായൂർ ദർശനവും കല്യാണവും അതിനുശേഷം തൃപ്രയാർ ദർശനത്തിനും ശേഷം കൊച്ചിയിലേക്ക് തന്നെ എത്തുന്ന പ്രധാനമന്ത്രിയുടെ മറ്റ് ചടങ്ങുകൾ അല്ലെങ്കിൽ മറ്റ് അജണ്ട എന്തൊക്കെയാണ് ഇന്നത്തെ മറ്റു ക്രമീകരണങ്ങൾ അറിയാൻ സാധിക്കുന്നത്? വിദ്യ, ഇന്ന് തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി 3 പ്രധാനപ്പെട്ട പദ്ധതികൾ നാടിനെ സമർപ്പിക്കും. വെല്ലിംഗ്ടൺ ഐലൻഡിൽ വെച്ചിട്ടാണ് ഒന്ന്. കൊച്ചി കപ്പൽശാലയിലെ ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയുടെയും ഡ്രൈ ഡോക്കിന്റെയും ഉദ്ഘാടനങ്ങളാണ് ഇവിടെ നിർവഹിക്കുന്നത്. അതാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ 3 പദ്ധതികളുണ്ട്. 3 പദ്ധതികളാണ് ഇന്ന് പ്രധാനമന്ത്രി നാടിനെ സമർപ്പിക്കുന്നത്. അത് വലിയ ബൃഹത് പദ്ധതികളാണ്. അത് 3 നാടിനെ അതിന്റെ ചടങ്ങുകൾക്ക് ശേഷം 1:30 മറൈൻ ഡ്രൈവിൽ പരിപാടിയുണ്ട്. ബി.ജെ.പിയുടെ പാർട്ടി പരിപാടിയായ ശക്തി കേന്ദ്ര സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ വെച്ച് രാഷ്ട്രീയപരമായ ചില പ്രസ്താവനകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ പ്രധാനമന്ത്രി പറയാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇതാണ് ഏറ്റവും അവസാനത്തെ പരിപാടി. ഈ ശക്തി കേന്ദ്ര സമ്മേളനത്തിൽ ബി.ജെ.പി ബൂത്ത് കമ്മിറ്റിക്കും പഞ്ചായത്ത് കമ്മിറ്റിക്കും ഇടയിലുള്ള 5200 ശക്തി കേന്ദ്രങ്ങളുടെ ഇൻചാർജുമാരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വലിയ ഒരു സമ്മേളനമാണ് മറൈൻ ഡ്രൈവിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ നീളുന്ന പരിപാടിക്ക് ശേഷം 2:35 പ്രധാനമന്ത്രി INS ഗരുഡിലേക്ക് പുറപ്പെടുന്നത്. തുടർന്ന് അവിടെ നിന്നും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുകയും തിരിച്ച് ഡൽഹിക്ക് അവിടെ നിന്നും പോവുകയും ചെയ്യും. ഇതാണ് കൊച്ചിയിലെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പരിപാടി. ഇതിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ മറൈൻ ഡ്രൈവിലെ പാർട്ടി പരിപാടി തന്നെയാണ്. ഈ പരിപാടിയിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി പ്രധാനമന്ത്രിയിൽ നിന്ന് അത് സംബന്ധിച്ച ചില കാര്യങ്ങൾ, ഒപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിലെ ചില വിശദാംശങ്ങൾ, അതിനെ സംബന്ധിക്കുന്ന ചില കമന്റുകൾ ഒക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ മറൈൻ ഡ്രൈവിലെ പരിപാടിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതൊരു പാർട്ടി പരിപാടി തന്നെയാണ്. ഒപ്പം തന്നെ പാർട്ടിയുടെ വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനം കൂടി ആയിരിക്കും ഈ പരിപാടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെയും റോഡ് ഷോയിൽ നിരവധി പേരാണ് അണിനിരുന്നത്. അതിന്റെ ഒരു തുടർച്ചയെന്നോണം ഇന്ന് മറൈൻ ഡ്രൈവിലെ പരിപാടിയിൽ വലിയ രീതിയിലുള്ള പങ്കാളിത്തം, പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടാകും. എന്തായാലും അതാണ് അവസാനത്തെ പരിപാടി. ഇന്ന് നടക്കുന്ന ഏറ്റവും അവസാനത്തെ പരിപാടി അതാണ്, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ പ്രമുഖരായ നേതാക്കൾ എല്ലാവരും തന്നെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ, പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും അത് ആണ് ഇന്നത്തെ ഏറ്റവും പ്രധാനമായി കൊച്ചിയിൽ നടക്കുന്ന പരിപാടി. വിദ്യ, അശ്വതി, ഇന്നലെ തന്നെ അദ്ദേഹം വന്ന സമയം തുടങ്ങി തന്നെ ഗതാഗത നിയന്ത്രണം, നല്ല രീതിയിൽ തന്നെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇന്നും ഇത്തരത്തിൽ കൊച്ചി ഷിപ്പ്യാർഡിൽ ഒരു പരിപാടി ഉണ്ട്. അതിനുശേഷം മറൈൻ ഡ്രൈവിലേക്ക് വരുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെയുള്ള ഗതാഗത നിയന്ത്രണം എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്? വിദ്യ, ഇന്ന് 3 മണി മുതൽ കനത്ത ഗതാഗത നിയന്ത്രണമാണ് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെയുള്ളത്. അദ്ദേഹം ഗുരുവായൂരിലേക്ക് പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ചെറിയ അയവ് വന്നിട്ടുണ്ട് അദ്ദേഹം ഇവിടുന്ന് പോയതിനു ശേഷം. പക്ഷേ ഇന്ന് ഉച്ചവരെ ഈ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചില മാർഗനിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി ജംഗ്ഷൻ, MG റോഡ്, രാജാജി ജംഗ്ഷൻ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നതായിരിക്കും. അങ്ങോട്ടേക്ക് വരുന്നതിന് നിയന്ത്രണമുണ്ടാകും. കാരണം മറൈൻ ഡ്രൈവിന്റെ ആ ഭാഗത്തേക്ക് ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. സിറ്റിയിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ആ ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഒപ്പം തന്നെ പശ്ചിമ കൊച്ചി ഭാഗത്തു നിന്നും ആശുപത്രി ആവശ്യങ്ങൾക്കായി വരുന്ന എമർജൻസി വാഹനങ്ങൾ തേവര ഫെറിയിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് മട്ടുമ്മൽ ജംഗ്ഷൻ വഴി പനമ്പള്ളി നഗർ വഴിയായിരിക്കും തിരിച്ചുവിടുക. അത് തന്നെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ വൈപ്പിൻ ഭാഗത്തു നിന്നും കലൂർ ഭാഗത്തു നിന്നും വരുന്ന എമർജൻസി വാഹനങ്ങൾ TD റോഡ്, കാനൽ ഷെഡ് റോഡ് വഴി ജനറൽ ആശുപത്രിയുടെ കിഴക്കേ ഗേറ്റ് വഴി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതാണ്. കാരണം ഈ ഒരു ഭാഗത്ത് ജനറൽ ആശുപത്രി വളരെ അധികം തിരക്കുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ എമർജൻസി സർവീസ് കൂടിയാണ്. അതുകൊണ്ട് അവിടെയും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി മെട്രോ പൊതുഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. കുറെ കൂടി പെട്ടെന്ന് ആളുകൾ
ആളുകൾക്ക് എത്താനായിട്ട് എല്ലാ ഇടങ്ങളിലും എത്താനായിട്ടുള്ള ഒരു സൗകര്യം ഏതായാലും കൊച്ചി മെട്രോയെയാണ് ആശ്രയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ കനത്ത ഗതാഗത നിയന്ത്രണം ഈ ഭാഗങ്ങളിൽ ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിദ്യ. ശരി അശ്വതി, അനീഷിലേക്ക് തന്നെ തിരികെ എത്തുകയാണ്. അനീഷ്, അദ്ദേഹം ഇപ്പോൾ ഈ ഒരു സ്വീകരണ ചടങ്ങുകളൊക്കെ ഉണ്ട്.